ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ഉണക്ക സ്രാവിൻ്റെ മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൂളയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്രാവ് കറി എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. ആ പുളിയുടെ നല്ല കുറുക്ക് രൂപത്തിൽ തന്നെ നമ്മളതിൻ്റെ ചാറൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഉണക്ക സ്രാവാണ്. അത് നന്നായിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ 3 മണിക്കൂർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള നല്ല സ്രാവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളുടെ ആ ഒരു പുളിവെള്ളം ഫ്ലെയിമിലോട്ട് വെക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്ത് കൊടുത്തോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാലും സ്രാവിൽ നമുക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തോതിൽ മാത്രം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്രാവിൽ ഉപ്പ് കുറഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. എങ്കിലും തേങ്ങ അരപ്പ് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് നല്ല വറുത്ത മല്ലിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ തെളിച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 പച്ചമുളക് വരെ ചേർത്തിട്ട് കൊടുക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയും അധികം ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 2 ചേർത്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മൾക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്രാവ് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. 200 ഗ്രാം സ്രാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ നേരം നമുക്ക് തിളച്ചിട്ട് വേവിക്കൊന്നും വേണ്ട. നമുക്ക് ഒരു 10 മിനിറ്റ് ഏകദേശം മതിയാവും. ഇല്ലെങ്കിൽ വെന്തുടഞ്ഞിട്ട് പോവും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പുണ്ടാക്കണം. അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ തേങ്ങ അരപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്രാവ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തേങ്ങ അരപ്പൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കണ്ട, അപ്പോൾ ഒരു വെള്ളമായി പോകും. അപ്പോൾ ഒരു കുറുക്ക് രൂപത്തിലാകുന്നതിന് ശേഷം തിളപ്പിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഉലുവായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് കൊടുക്കാം. ആ ഒന്ന് മൂപ്പായി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിനായിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി എല്ലാം ചേർത്ത് കൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സ്രാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.